ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു മുട്ടക്കറി തട്ടിക്കൂട്ടിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, കറിവേപ്പില അത്രയും സാധനങ്ങൾ അരിഞ്ഞു വെച്ചു. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഇറച്ചി മസാല ഇത് മൂന്നും കൂടി ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് പെരിഞ്ജീരകമാണ് ചേർക്കുന്നത്. അതിൻ്റെ സ്മെല്ലും ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലോട്ട് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി അതൊന്ന് നന്നായിട്ട് മൂത്ത് ആ ഒരു സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഏകദേശം മീഡിയം സൈസിലുള്ള 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള വഴറ്റുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുത്താൽ കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് വഴണ്ടി കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ സവാളയിൽ ഉപ്പിടാൻ മറന്നുപോയി. ഏകദേശം കുറച്ച് നല്ലോണം വഴണ്ടി വന്ന ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഇനി അതൊന്ന് വാടി വരുന്ന സമയത്ത് അതിലോട്ട് ഞാൻ പച്ചമുളകാണ് ചേർക്കുന്നത്. 2 പച്ചമുളകാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. പച്ചമുളകൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത്, നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് അതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഞാനിവിടെ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എൻ്റെ തക്കാളി അത്ര പഴുത്തതല്ല, എന്നാലും ഒരെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. തക്കാളി ഒന്ന് വേവുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത ആ ഒരു പൊടി 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. അതൊന്ന് മസാലയിലേക്ക് മിക്സ് ചെയ്ത് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതിലോട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ഗ്രേവിക്കനുസരിച്ചിട്ടുള്ള വെള്ളം അതിലോട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടി വെക്കണം. നന്നായിട്ട് തിളച്ച് അതൊന്ന് കുറുകി വരുന്ന സമയത്ത് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. അതൊന്ന് തിളക്കുന്ന സമയത്ത് നമുക്ക് എരിവിന് ആവശ്യമായിട്ട് കുറച്ച് കുരുമുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അത് ഏകദേശം 2 സ്പൂണോളം ചേർക്കുന്നുണ്ട്. കാരണം ഇവിടെ എല്ലാവർക്കും അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള കറിയാണ് ഇഷ്ടം. അതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തു. പിന്നെ നന്നായിട്ട് തിളക്കുന്ന സമയത്ത് നമുക്കതിലോട്ട് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ലാസ്റ്റ് ചേർത്താലും മതി, പക്ഷെ ഞാനത് കുറച്ചൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റേജിൽ ചേർക്കുന്നത്. പിന്നെ നേരത്തെ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കോഴിയുടെ നാടൻ മുട്ടയാണ്. അത് നാടൻ മുട്ട പൊളിച്ചെടുക്കാൻ കുറച്ച് വിഷമമായതുകൊണ്ടാണ് ഒരു ഷേപ്പ്ലെസ് ആയി കിടക്കുന്നത്. അതിന് വല്ല മാർഗ്ഗം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുട്ട റോസ്റ്റ് അഥവാ കറി